ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസത്തിലാട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് നമ്മള് കൂമണ്ണ വലയറമ്പുള്ള ഗ്രേസ് ഇംഗ്ലീഷ് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. അതിന്റെ ഇനാഗ്രേഷന് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിട്ട് വന്നിട്ട് നമ്മൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് കേട്ടോ. അങ്ങനെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി ഓരോ ഫുഡ് ടേസ്റ്റ് ചെയ്യണല്ലോ. ഓരോരുത്തർ ഇതാ കൗണ്ടറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെറൈറ്റി ഫുഡുകളാട്ടോ. ഫുഡ് മാത്രല്ല, ഫുഡിന്റെ ഒപ്പം നിൽക്കണ ആ കൗണ്ടറിൽ നിൽക്കണോലെ നോക്കിയാണ് പണ്ടത്തെ കാലത്തേക്ക് നമ്മളാണ് കൊണ്ടുപോയില്ലേ. പണ്ടത്തെ നമ്മളെ അമ്മായിമാരും അമ്മായിക്കാരും നിൽക്കണ മാതിരി എന്ത് മൊഞ്ചാലേ കാണാന്. ഏതായാലും ഇവരെ ഫുഡൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. എല്ലാ മക്കളെ സെറ്റ് അല്ലേ? ഒക്കെ സെറ്റ് അല്ലേ? എന്നാ നോക്കാം നമ്മള്. അങ്ങനെ നമ്മളെ ഇവര് കൊണ്ടുവന്ന വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളെ കണ്ട് ടേസ്റ്റ് ചെയ്ത് കേട്ടോ. ഒന്നിനൊന്ന് മെച്ചം അടിപൊളി ഫുഡുകളാണ്. രക്ഷിതാക്കളും ടീച്ചേഴ്സും മക്കളൊക്കെ ഒരുമിച്ച് ഈ ഫുഡ് ഫെസ്റ്റ് വമ്പിച്ച് വിജയകരമാക്കിയിരിക്കുകയാണ്. പുഡിക്കൊക്കെ ഒരു രക്ഷയിലിട്ട് അടിപൊളി കാടമുട, ഫിഷ് ഫ്രൈ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, കുട്ടികളെ സന്തോഷത്തിന് ഒരു കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമ്മള് സംഭവം കിടക്കാച്ച് കേക്കിന് കുട്ടികൾക്ക് കണ്ട് കൊടുത്തു. നമ്മൾ ഫുഡ് ഫെസ്റ്റിൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കുട്ടികൾ വരുവർക്ക് ഇങ്ങനെ കാണാട്ടോ. സമയം 1:30 ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡുകളും ടീച്ചേഴ്സാണ് നമ്മളെ സൽക്കരിച്ചത്. പിന്നെ ഓരൊരു ബോർഡും വെച്ചിട്ടുണ്ട്, വന്നോളി ഇരുന്നോളി തിന്നോളി പോയിക്കോളിന്ന്. അപ്പൊ ഏതായാലും നമ്മൾ കുറച്ചങ്ങനെ ടേസ്റ്റ് നോക്കാന്ന് വിചാരിച്ചു. ഇത് പിന്നെ അവിടെ പോവാണെങ്കിലും കൊറു കണ്ടാലും പിന്നെ അയിമ കൂടുവാൻ. ഫുഡൊന്നും ഒരു രക്ഷയില്ല, അടിപൊളി ഉണ്ടോ സാർ? അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ്? എല്ലാ വർഷവും ഈ ഫുഡ് ഫെസ്റ്റ് നടത്താറുണ്ട്. അവസാന സമയത്ത് സ്കൂളിന്റെ അവസാന സമയത്ത് എല്ലാ വർഷവും നടത്താറുണ്ട്. ഹോം മെയ്ഡ് ഫുഡുകളാണ് കൂടുതൽ. ആകെ അതിശയപ്പെട്ടു. ഇത്ര ചെറിയ കുട്ടികൾ വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് ഫുഡുകളൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒക്കെ ഒരു സഹകരണമാണ്. പിന്നെ വിവിധ ഫുഡുകൾ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് അത് രുചിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഏതായാലും വെറൈറ്റി ഫുഡ് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വന്നതിലും വളരെ സന്തോഷം. അപ്പൊ ഈ ഒരു ഫുഡ് ഫെസ്റ്റിലേക്ക് നമ്മളെ ക്ഷണിച്ച ഇതിന്റെ മാനേജ്മെന്റിനോട് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുമ്പോൾ ബൈ.